ഇന്ത്യയിലെ ഒരാൾക്ക് എത്ര പാൻ കാർഡ് പറ്റും? ചിലപ്പോ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഒന്നിലധികം പാൻ കാർഡ് ഉള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. അങ്ങനെ പാൻ കാർഡ് ഒന്നിലധികം ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് ഇല്ലീഗലാണ്, ക്രിമിനൽ കുറ്റമാണ്. അതറിയാമോ നിങ്ങൾക്ക്? യഥാർത്ഥത്തില് ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ചില കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ പേരിലെ മിസ്മാച്ച്, ചിലപ്പോൾ അച്ഛന്റെ പേരിലെ മിസ്മാച്ച്, ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മിസ്മാച്ച്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പലരും ഈ പാൻ കാർഡ് കറക്റ്റ് ചെയ്യുന്നേക്കാൾ നല്ലതാണല്ലോ പുതിയൊരു പാൻ കാർഡ് എടുക്കുക എന്നും പറഞ്ഞ് അക്ഷയ കേന്ദ്രത്തിലോ അതല്ലെങ്കിൽ പാൻ കാർഡ് എടുക്കുന്ന ഏതെങ്കിലും കേന്ദ്രങ്ങളിലോ പോയിട്ട് പുതിയൊരു പാൻ കാർഡ് എടുക്കും. സ്വാഭാവികം. അങ്ങനെ പാൻ കാർഡ് എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് വല്ല ലോണുകൾക്കോ അതല്ലെങ്കിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പല കാര്യങ്ങൾക്കും പോകുമ്പോഴായിരിക്കും ഈ പാൻ കാർഡ് രണ്ടെണ്ണം ഉള്ളതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. ഇന്ന് എനിക്ക് വന്നൊരു കോളാണ്, ഒരു ബാങ്കിൽ നിന്നും എനിക്ക് വന്നൊരു കോളാണ്. ആ കോളിൽ പറഞ്ഞു വേറൊന്നുമല്ല, ഞങ്ങളുടെ ഒരു ക്ലയന്റിന് 2 പാൻ കാർഡ് ഉണ്ട്, ഞങ്ങൾ ലോൺ അലോട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ശരി, എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് വെരിഫിക്കേഷൻ ബേസിൽ 2 പാൻ കാർഡ് വന്നു, അതിനകത്ത് ഒരെണ്ണം ക്ലോസ് ചെയ്തു എന്നുള്ളതിന്റെ ഡോക്യുമെന്റ് കിട്ടാതെ ഞങ്ങൾക്ക് ലോൺ പാസ്സാക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾക്കും വന്നേക്കാം. അതായത് നമ്മൾക്ക് 2 പാൻ കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പുറത്തേക്ക് അറിയും. നമ്മൾ വിചാരിക്കും ഒരു പാൻ കാർഡ് ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുകയാണ്, പുറത്തേക്ക് അറിയില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതല്ല. പാൻ ബാങ്കുമായി ലിങ്ക് ചെയ്യും, പാൻ ആധാറുമായി ലിങ്ക് ചെയ്യും. ഇങ്ങനെയുള്ള ലിങ്കിങ്ങിലൊക്കെ നമ്മൾ പലപ്പോഴും പുറത്തേക്ക് എത്തുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, നമുക്ക് ഒന്നിലധികം പാൻ കാർഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്വാഭാവികമായും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പാൻ കാർഡ് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യുക എന്നതിന് ഇൻകം ടാക്സിൽ പറഞ്ഞൊരു പേര് സറണ്ടർ ചെയ്യുക. നമ്മൾ അടിയറവ് വെച്ചു, നമുക്ക് വേണ്ടാത്ത പാൻ കാർഡ് അവിടെ കൊടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ നമ്മുടെ പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഫോം ഫില്ല് ചെയ്ത് പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഇത് സറണ്ടർ ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്ത് അതിന്റെ അക്നോളജ്മെന്റ് വാങ്ങി പോക്കറ്റിലിട്ട് ഇനി ആ പാൻ കാർഡിനകത്ത് ഒരു ട്രാൻസാക്ഷൻ പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തി നമുക്ക് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാം. ധൈര്യമായിട്ട്, സന്തോഷമായിട്ട്, ഉറക്കമില്ലാത്ത രാത്രികൾ ഒഴിവാക്കി ഉറങ്ങിക്കൊണ്ട് സുന്ദരമായിട്ട് മുമ്പോട്ട് പോയിക്കൂടെ?